സാധാരണക്കാരനായ ഒരു കൂലിപ്പണിക്കാരനായിരുന്നുവെങ്കിലും അസാധാരണ ജീവിതമായിരുന്നു പാലക്കാട് മണ്ണാർക്കാട് കരിമ്പ സ്വദേശി ഷമീറിൻ്റേത്. വെള്ളത്തിലും കരയിലും ഉയരങ്ങളിലുമെല്ലാം ഒരേ സമയം സന്നദ്ധ സേവനത്തിന്റെ മാനുഷിക മുദ്ര ചാർത്തിയ സാഹസികൻ. ഏത് ഉയരമുള്ള മരവും ഷമീറിന് മുന്നിൽ കീഴടങ്ങി. ആഴമുള്ള വെള്ളക്കെട്ടുകളും ചെങ്കുത്തായ മലകളുമെല്ലാം പലതവണ കീഴടങ്ങിയിട്ടുണ്ട്. പാലക്കാട് കുമ്പാച്ചിമലയിൽ കുടുങ്ങിയ ബാബുവിനെ അതിസാഹസികമായി സൈന്യം രക്ഷിച്ചപ്പോൾ ആ ദൗത്യ സംഘത്തിലും ഷമീർ അംഗമായിരുന്നു. ഉത്തരാഖണ്ഡിലെ തുരങ്ക ദുരന്തത്തിലെ രക്ഷാപ്രവർത്തനം പല നാളുകൾ നീണ്ടുപോയപ്പോഴും അവിടെയും മലയാളിയുടെ ശബ്ദമായി ഷമീർ എത്തി. മലയാളക്കരയെ പ്രളയം പിടിച്ചു കുലുക്കിയപ്പോഴെല്ലാം രാപ്പകൽ ഭേദമന്യേ രക്ഷാപ്രവർത്തനത്തിലായിരുന്നു ഷമീർ. കോവിഡ് കാലത്ത് ആരോരുമില്ലാതെ കൂട്ടിലടക്കപ്പെട്ട മൃഗങ്ങൾക്ക് വേണ്ടി പോലും രക്ഷകന്റെ വേഷമണിഞ്ഞ് ഭക്ഷണവുമായി വീടുകൾ തോറും ഷമീർ കയറിയിറങ്ങി. വാഹനാപകടമായാലും മറ്റു ദുരന്തങ്ങളായാലും ഒരു നാട് മുഴുവൻ ആദ്യം വിളിക്കുന്നത് ഷമീറിനെയാണ്. തന്റെ ജീപ്പിനെ ആംബുലൻസ് ആക്കിയും ക്രെയിൻ ആക്കിയുമെല്ലാം ഷമീർ ഓടിയെത്തുമെന്ന് അവർക്കറിയാം. അത്രമേൽ ഒരു പറ്റം മനുഷ്യരുടെ ആശ്രയമായിരുന്നു ഷമീർ. വലിയ കെട്ടിടങ്ങളിലേക്കും ആഴമുള്ള കിണറുകളിലേക്കും ലളിതമായി ഇറങ്ങിക്കയറുന്നതിന് ഷമീർ വികസിപ്പിച്ചെടുത്ത കരിമ്പ കൊളുത്ത് രാജ്യവ്യാപകമായി തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. മരങ്ങളിൽ നിന്ന് വീണ് നിരവധി ജീവൻ പൊലിഞ്ഞിരുന്ന കാശ്മീരിലെയും ഹിമാചലിലെയും കർഷകർക്ക് പരിശീലനം നൽകുന്നതിനു വേണ്ടി അവിടുത്തെ ഭരണകൂടങ്ങൾ തന്നെ ഷമീറിനെ നേരിട്ട് ക്ഷണിച്ചു. അവിടെ എത്തി ദിവസങ്ങൾ തങ്ങിയാണ് ഷമീർ പരിശീലനം നൽകിയത്. ഷമീറിന്റെ ഓരോ സാഹസിക പ്രവൃത്തിയും അനേകം മനുഷ്യരുടെ കണ്ണീരൊപ്പുന്നതായിരുന്നു. ഒടുവിൽ തികച്ചും അപ്രതീക്ഷിതമായി എല്ലാവർക്കും ആഘാതമേൽപ്പിച്ച് ഒരുപോലെ കണ്ണീരിലാഴ്ത്തിയാണ് ഷമീറിന്റെ വിടവാങ്ങൽ. ഷമീറിന്റെ അവസാന യാത്രയും സാഹസികം തന്നെ. ശാരീരികാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടപ്പോൾ സ്വയം വാഹനമോടിച്ചാണ് കല്ലടിക്കോട്ടെ ആശുപത്രിയിലെത്തിയത്. അവിടെ നിന്ന് പാലക്കാട്ടേക്കുള്ള യാത്രയിൽ ആംബുലൻസിൽ കൊണ്ടുപോകവെയായിരുന്നു ഹൃദയാഘാതം മൂലമുള്ള മരണം. സന്നദ്ധ സേവനത്തിന് മാനുഷികതയ്ക്കൊപ്പം സാഹസികതയുടെ മുഖം കൂടി നൽകി അനേകം മനുഷ്യരുടെ ജീവിതത്തിൽ കരുണയുടെ പേമാരി തന്നെ തീർത്താണ് ഷമീർ വിട പറഞ്ഞത്. ഒരു കരിമ്പ കൊളുത്തുകൊണ്ടും ചേർത്ത് വെക്കാനോ പകരം വെക്കാനോ കഴിയാത്ത വിധം വിടവ് അവശേഷിപ്പിച്ചുകൊണ്ടാണ് ആ മടക്കം. റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, റിപ്പോർട്ടർ.